എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന കൂട് ചെറുതേനീച്ചറ കൂടാണ്. ഇത് PVC നിർമ്മിച്ചിരിക്കുന്നതാണ്. ഏകദേശം PVCയിലെ കൂടുകൾ നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങിയത് 2006 മുതൽ ഒരുപാട് വ്യത്യസ്തമായ നീളത്തിലുള്ളതും രണ്ടായിട്ട് തുറന്നിട്ടെടുക്കാവുന്നതും പിന്നെ ടാങ്കിൻ്റെ മോഡലുള്ളത് അങ്ങനെ ഉൾപ്പെടെ ഏകദേശം 12ലധികം മോഡലുകൾ ഇവിടെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു അതിൽ ഇന്ന് ഇപ്പം പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മോഡലാണ്. ഈ മോഡലിൻ്റെ സവിശേഷത പറയാം. അതിന് മുമ്പ് നമുക്ക് അടുത്ത് കാണാം. ഈ കൂടിൻ്റെ ഒരു പ്രത്യേക സവിശേഷത, ഒരു ഗുണവും മേന്മ എന്ന് പറയുന്നത്, ഇത് നമുക്ക് മഴ ഉള്ള സ്ഥലങ്ങളിൽ മരത്തിൻ്റെ കമ്പുകളിലൊക്കെ നമുക്ക് തൂക്കിയിടാം. ഇത് വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇത് ലോങ് ലൈഫാണ്. ഇതിൻ്റെ വേർതിരിച്ചിട്ട് നമുക്കതിൻ്റെ അകത്ത് തേനും അതുപോലെ തന്നെ മുട്ടയും ബ്രൂഡും വേർതിരിക്കാവുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. അത് മിക്കവാറും ഇങ്ങനെയുള്ള ഡിസൈനിൽ എല്ലാം തന്നെ ഈ ഒരു കാഴ്ചപ്പാടിലാണ് ചെയ്തിരിക്കുന്നത്. തന്നെയുമല്ല, വേണ്ടി വന്നാൽ ഇതിൻ്റെ അകത്തുനിന്ന് അല്പം പോലും മെഴുക് നഷ്ടപ്പെടാതെ തേനെടുക്കാനുള്ള ടെക്നോളജിയും വികസിപ്പിച്ചിട്ടുണ്ട്. അത് സമയസന്ദർഭം അനുസരിച്ചിട്ട് ഒരിക്കലും നമുക്ക് കാണിക്കാവുന്നതാണ്. നമുക്ക് ഈ കൂടൊന്ന് തുറന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ മുട്ട വെക്കുന്ന അടിഭാഗം ഒന്ന് തുറക്കാം. ഇതിന് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ഒന്ന് പരിചയപ്പെടുത്താവുന്നത് ഇതിൻ്റെ ഈ ഒരു ടേണിങ്, അതായത് ആദ്യമായിട്ടൊരു സേഫ്റ്റി ലോക്കുണ്ട്. സേഫ്റ്റി ലോക്ക് എടുത്തതിന് ശേഷമാണ് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു കട്ടിങ് ഉണ്ട്. ഇങ്ങനെ ഈ കട്ടിങ് ആദ്യകാലം മുതൽ തന്നെ എല്ലാത്തിനും ഒരുപോലെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റി ചേർത്ത് വെക്കാം. അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഗുണമെന്ന് പറയുന്നതിന് എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ഒന്ന് ഡിവിഷൻ ചെയ്ത് മാറ്റണമെങ്കിൽ താഴത്തെ ഭാഗത്ത് നിന്ന് നേരിട്ട് ഊരിട്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ വളരെ സേഫ്റ്റിയായ ഒരു ലോക്കും കൂടിയാണിത്. ഇതിൻ്റെ അകംഭാഗം നമുക്കൊന്ന് കാണാം. ഇത് പുറം PVC ആണെങ്കിലും ശരിക്കും ഇതിൻ്റെ ഇത് തേക്ക് മരമാണ്. തേക്ക്, പ്ലാവ് അങ്ങനെയുള്ള നല്ല ക്വാളിറ്റിയുള്ള മരങ്ങളാണ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്, പാനലിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ പാനലിങ് ചെയ്തിരിക്കുകയാണ്, ചെറിയ ഫ്രെയിമോട് പാനലിങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു നന്നായിട്ടൊരു പ്രവേശനദ്വാരത്തിന് ഇങ്ങനെയൊരു ട്യൂബ് കൊടുക്കാൻ തുടങ്ങിയത് തന്നെ പ്രത്യേക ഒരു ഉദ്ദേശത്തിലാണ്. നമുക്ക് കുപ്പിക്കകത്ത് തേനീച്ച കയറ്റുമ്പോൾ ഇങ്ങോട്ട് ചുറ്റും ചോർന്നു പോകാതെ ചേർത്ത് വെച്ച് കയറ്റാണ്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും അകലെ യാത്ര കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിതിൻ്റെ വായൊന്ന് മൂടിക്കെട്ടാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടാണ് ആദ്യകാലം മുതൽ ഏകദേശം ഒരു 22 വർഷങ്ങൾക്കപ്പുറം തന്നെ ഇങ്ങനെയൊരു മോഡൽ ചെയ്തിരുന്നു. അത് തുടർന്ന് വരുന്നു. ഇനി നമുക്കതിൻ്റെ വേറൊരു സവിശേഷത കൂടെയുണ്ട്. ഇത് വളരെ സുതാര്യമാണ്, വളരെ കണ്ടീഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗവും ഇത് തടി തന്നെയാണ്. ഇത് നമുക്ക് ആവശ്യമെന്നുണ്ട് കഴിഞ്ഞാൽ ഇത് ഒരിക്കൽ സെറ്റായി കഴിഞ്ഞാൽ ആവശ്യത്തിന് ശേഷം അടിയിൽ അഥവാ തേൻ നിറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 സ്റ്റീലിൻ്റെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഈ 2 അരികിൽ ഈ സ്റ്റീലിൻ്റെ സ്ക്രൂ ഇങ്ങോട്ട് അഴിച്ചെടുക്കുകയാണെങ്കിൽ, ഈ ആണയെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നമുക്ക് ഹോളായി കിട്ടും. ഈ അടിയിലത്തെ ഈ ബോർഡ് ഇങ്ങോട്ട് പോകും. പിന്നെ നമുക്ക് ഒരു കുഴൽ പോലെ ആയി കിട്ടും. അങ്ങനെ ഒരു മേന്മയോടെ ഇതിനുണ്ട്. ഇതിൻ്റെ റാണി മുകളിലോട്ട് പോകാനുള്ള കുനച്ചുണ്ട്. PVC ആണെങ്കിലും PVCയിൽ അങ്ങനെ ടച്ച് ചെയ്യാന്നില്ല. നമുക്കിതിൻ്റെ ഹണി ചേമ്പർ ഒന്ന് പരിശോധിച്ച് കളയാം. ഇതിൻ്റെ സേഫ്റ്റി ലോക്ക് എടുത്തു. നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ പുറമത്തെ കേസ് എടുത്ത് മാറ്റി വെക്കുന്നു. ഇതിന് ഉള്ളിലാണ് നമുക്ക് തേൻ വരുന്ന ഭാഗം. ആ തേൻ വരുന്ന ഭാഗം നമുക്ക് കുഴൽ ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. ഇതിന് തേനീച്ച പുറത്തേക്ക് വന്ന് ഇവിടെ പ്രൊപ്പലേഷൻ ഉപയോഗിക്കാനുള്ള ഒരു അടപ്പുണ്ട്. ഈ അടപ്പ് ഇതും വുഡിൽ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അതിങ്ങനെ അടപ്പ് തുറന്നെടുത്ത് കഴിഞ്ഞാൽ ഇത് അകത്തെ പാനലിങ്ങാണ്. ഇതും തേക്കാണ് ഈ പാനൽ ചെയ്തിരിക്കുന്നത്. തേക്ക്, പ്ലാവ് മുതൽ നല്ല തടികളാണ് പാനൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പാനൽ ചെയ്യാൻ ഉപയോഗിച്ചെങ്കിലും ഇത് പ്രത്യേക രീതിയിൽ ടൈറ്റ് ചെയ്യുകയാണ്. അതിന് അധികം കാര്യമായിട്ട് ഇതിന് ഉപയോഗിച്ചിട്ടില്ല. ഇതൊന്ന് വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയാണിത് കാണിക്കുന്നത്.
ഇനി ഒരു പ്രത്യേകതയുള്ളത്, ഇതിങ്ങനെ ചുടർ ഫിറ്റ് ചെയ്യുന്നു. ഇത്രയും ചെയ്തു. ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യുന്നു. ഇതാ മനോഹരമായൊരു കൂട്, വാട്ടർ പ്രൂഫാണ്. ഇതിൻ്റെ കേസ് ഇങ്ങനെ PVC ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടൊരു ഗുണം, ഇതിൻ്റെ അകത്ത് ഈർപ്പം അടിക്കുന്നില്ല, പൂപ്പൽ വരുന്നില്ല, നമുക്ക് നന്നായിട്ട് തൂക്കിയിടാം, ഉറുമ്പിൻ്റെ ശല്യമില്ല. ഇത് സെറ്റ് ഡിവിഷൻ ചെയ്യാൻ നല്ലതാണ്. തേനീച്ചയ്ക്ക് ചൂടിനെയും അതുപോലെ വ്യത്യസ്തമായ കാലാവസ്ഥയും ഏറ്റവും നന്നായിട്ട് ചേർക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ്. പിന്നെ ഏറ്റവും പറയാനുള്ളത് നമ്മുടെ ഈ സിലിണ്ടറിക്കൽ ഷേപ്പാണ്. സിലിണ്ടറിക്കൽ ഷേപ്പിൽ എപ്പോഴും ചെറുതേനീച്ചയ്ക്ക് വളർച്ച കൂടും. നമ്മുടെ പ്രകൃതിയിൽ ഇല്ലിയയിൽ അല്ലെങ്കിൽ മുളയിലുള്ള തേനീച്ച കൂടിന് സമാനമാണ്. അപ്പം അത് തന്നെയല്ല, ഇത് കുത്തനെ മുകളിലോട്ടിരിക്കുന്നതുകൊണ്ട് വളർച്ച വളരെ കൂടുതലാണ്. അപ്പം ഇതിന് നമ്മൾ 4-5 PVCയിലാണ് ചെയ്തിരിക്കുന്നത്, അതിനുള്ളിലാണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയല്ല, ഇതിൻ്റെ അടിയിലത്തെ അളവ് ഏകദേശം 1100 സ്ക്വയർ സെൻറ്റിമീറ്ററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മുകളിൽ നമ്മൾ പാനലിന് മുമ്പ് 650 മില്ലി ഉള്ളതിന് പാനൽ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 450 സ്ക്വയർ സെൻറ്റിമീറ്ററാണുള്ളത്. പക്ഷേ 1/2 കിലോയിലധികം തേൻ നമുക്ക് ഒരു തവണ എടുക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സംവിധാനമുള്ളത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാനുള്ളത്. അപ്പം ഇത് മാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു മോഡലിൽ തന്നെ ഇതിൻ്റെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിൻ്റെ ഹണി ചേമ്പറിന് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അത് പല രീതിയിൽ ഇവിടെ നിർമ്മിക്കാറുണ്ട്. അതിൽ 2-3 മോഡലുകളൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ആദ്യം കാണിച്ചിരുന്നത് തടിയുടേതാണ്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് വേറൊരു ഹണി ചേമ്പറിൻ്റെ മോഡൽ. ഇതിൻ്റെ പ്രത്യേകത, ഇത് പാളയാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രകൃതിദത്തമായിട്ട് പാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അടപ്പുണ്ട്, മറ്റേപോലെ തന്നെ അടപ്പുണ്ട്. അത് തന്നെയല്ല, ഇതിൻ്റെ തേൻ നിറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ ഉറയായിട്ട് ഈ പാളയിങ്ങോട്ട് ഊരിയെടുക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സംവിധാനം. ഇത് ചൂടിനെ തണുപ്പിനെയും വളരെയധികം ചെറുക്കും. തികച്ചും പ്രകൃതിദത്തമായ ഇതിലാണ് ഈ തേനിരിക്കുന്നത്. പാള എന്ന് പറയുന്നത് തികച്ചും പ്രകൃതിദത്തമാണ്, യാതൊരു കെമിക്കലോ ഇല്ല. ഇത് സുഖമായിട്ട് നമുക്ക് തിരിച്ച് ചെയ്യാം, വേണമെങ്കിൽ മാറ്റി വേറെ ഇടാം. ഇതിന് നല്ലൊരു അടപ്പുമുണ്ട്. തേനെടുക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് ഇതിൻ്റെ ഈ ഒരു പ്രത്യേകത. ഇതിനും ഏകദേശം 500 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള അളവ് കൊടുത്തിട്ടാണ് ഇതുണ്ടാക്കിയത്. നമുക്ക് ഒന്നുകൂടെ ഇവിടെ ഇട്ട് കാണിച്ചു തരാം. ഇതെല്ലാം സെയിമാണ്, ഇവിടെ കാണിച്ചതെല്ലാം തുല്യമാണ്. ഇത് വെക്കുന്നു, അടപ്പ് വെക്കുന്നു. നമ്മൾ നേരത്തെ കാണിച്ച വരി പൊടിക്കാതെ നമുക്ക് വെക്കാൻ കഴിയും. ഇനി വ്യത്യസ്തമായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. അതുപോലെ ഇത് നേരത്തെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് സിംഗിൾ ഷീറ്റ്. PVCക്കകത്ത് സിംഗിൾ ഷീറ്റ് വെച്ച് അടപ്പ് വെക്കുന്ന ഒരു മോഡൽ. ഇതും തേൻ നിറഞ്ഞതിന് ശേഷം ഇത് നേരിട്ട് തേന് ശേഖരിക്കുകയോ അല്ലെങ്കിൽ സിംഗിൾ ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഈ ബ്രൂഡ് ചേമ്പർ, അത് മുട്ട ഇരിക്കുന്ന സ്ഥലം. ഈ വുഡൻ പാലിന്, അത് ഈ തടിയും കൊണ്ടുള്ള പാനലിന് പകരമായിട്ട് ഇവിടെ പാള കൊണ്ട് ചെയ്തതുമുണ്ട്. ഇതൊരു പരീക്ഷണത്തിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ നീണ്ടു നിൽക്കുന്ന കാലാവസ്ഥ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പരീക്ഷണത്തിലാണ്. ഇത് കുറച്ചധികം ചെയ്തിട്ടുണ്ട്. പക്ഷേ 1 വർഷത്തോളം കഴിയുമ്പോഴത്തേക്കാണ് ഇതിന് പൂപ്പൽ ബാധിക്കുകയോ പാളയ്ക്ക് തണുപ്പ് ബാധിക്കുകയോ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ 1 വർഷത്തോളം എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട്. ആവറേജ് തേനീച്ച വളർത്തുകാർക്കുള്ള തേനീച്ചയ്ക്ക് വളരാനുള്ള ഒരു സ്പേസ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ അടപ്പ്. ചെറിയ അടപ്പാണ്. സേഫ്റ്റി ലോക്കാണ്. സേഫ്റ്റി ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ തിരിയുന്നതല്ല, നല്ല ടൈറ്റായിട്ട് അവിടെ നിൽക്കും. അപ്പം വളരെ സുരക്ഷിതമാണ്. നമുക്ക് ഈ കൂട് വളരെ മറ്റൊരു അവസരത്തിൽ
ഓരോന്നോരോന്നായിട്ട് 10-12ഓളം മോഡലുകൾ PVCയിൽ അകത്ത് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന മോഡലുകളുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ക്രമേണ പരിചയപ്പെടുത്താം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.